ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കാഴ്ച എന്ന യൂണിറ്റിലെ കായലരികത്ത് എന്ന ചലച്ചിത്ര ഗാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശദമായ ചർച്ചകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തിയത്. ഈ ക്ലാസ്സിൽ നമ്മൾ സിനിമയും സമൂഹവും എന്ന OK ജോണിയുടെ ഒരു ലേഖനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് നടത്തുന്നത്. OK ജോണിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം വയനാട് സ്വദേശിയാണ്. എഴുത്തുകാരനും പത്രപ്രവർത്തകനും ഡോക്യുമെൻ്ററി സംവിധായകനും സിനിമാ നിരൂപകനും തുടങ്ങി പല മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരാളാണ് OK ജോണി. അദ്ദേഹം 2 തവണ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം ഏറ്റുവാങ്ങിയ വ്യക്തി കൂടിയാണ്. സഞ്ചാര സാഹിത്യത്തിനുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡും അദ്ദേഹം നേടിയിട്ടുണ്ട്. OK ജോണിയുടെ സിനിമയും സമൂഹവും എന്ന ലേഖനം പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് സിനിമ നമ്മൾ 2 വിഭാഗമായിട്ട് തരം തിരിക്കാറുണ്ട്. ഒന്ന് ജനപ്രിയ സിനിമ, മറ്റൊന്ന് ഉത്തമ സിനിമ അല്ലെങ്കിൽ കലാസിനിമ. ജനപ്രിയ സിനിമയെ നമ്മൾ വ്യാവസായിക സിനിമ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഫിലിം എന്നും പറയാറുണ്ട്. ഉത്തമ സിനിമയെ നമ്മൾ ആർട്ട് ഫിലിം എന്നും പറയാറുണ്ട്. ജനപ്രിയ സിനിമ എന്താണ്, ഉത്തമ കലാസിനിമ എന്താണ് എന്ന ചർച്ചയിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. അതിനു മുമ്പ് OK ജോണി ഈ ലേഖനത്തിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഉത്തമ സിനിമകൾ മാത്രമാണ് നിരൂപണത്തിനും വിലയിരുത്തലിനും അപഗ്രഥനത്തിനും വിശകലനത്തിനുമൊക്കെ അർഹമായ സിനിമകൾ എന്ന കാഴ്ചപ്പാടാണ്. എന്നാൽ ഉത്തമ സിനിമകൾ മാത്രമല്ല, ജനപ്രിയ സിനിമകളും ഇത്തരത്തിൽ നിരൂപണങ്ങൾക്കും വിശകലനങ്ങൾക്കും വിധേയമാകേണ്ടതുണ്ട് എന്ന് വളരെ വ്യക്തമായി സ്ഥാപിക്കാനാണ് OK ജോണി ഈ ലേഖനത്തിലൂടെ ശ്രമിക്കുന്നത്. ആദ്യമായി നമ്മൾ ജനപ്രിയ സിനിമ എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ജനപ്രിയ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ജനപ്രിയത എന്നാൽ എന്ത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ജനപ്രിയത? ജനപ്രിയ സംസ്കാരം എന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് ജനപ്രിയത എന്ന ആശയം വരുന്നത്. അപ്പോൾ എന്താണ് ജനപ്രിയ സംസ്കാരം? കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജഭരണമൊക്കെ നിലനിന്നിരുന്ന ഒരു കാലത്ത്, ജനാധിപത്യ വ്യവസ്ഥിതി ലോകത്ത് സജീവമാകുന്നതിന് മുമ്പുള്ള ഒരു കാലത്ത് വരേണ്യ സംസ്കാരം എന്ന് പറഞ്ഞ സമൂഹത്തിലെ ഉന്നത ആളുകളുടെ ഒരു സംസ്കാരം, രാജാക്കന്മാരും അവരുടെ കൊട്ടാരത്തിൽ സജീവമായിട്ട് കഴിയുന്ന ആളുകളും ചേർന്ന കുറച്ച് വരേണ്യരുടെ സംസ്കാരം, അതാണ് എലൈറ്റ് കൾച്ചർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുള്ള ഒരു ഉന്നത കുലക്കാരുടെ സംസ്കാരം. അങ്ങനെ ഒരു സംസ്കാരം. അത് കൂടാതെ സാധാരണക്കാരായ തനത് മനുഷ്യരുടെ, നാടൻ മനുഷ്യരുടെ ഒരു സംസ്കാരം, അതിനെ പൊതുവെ ഫോക്ക് കൾച്ചർ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. ഇങ്ങനെ 2 കൾച്ചറാണ്, 2 തരം സംസ്കാരങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനു മധ്യേ വരേണ്യ സംസ്കാരമല്ല, എന്നാൽ തനി നാടൻ സംസ്കാരമല്ല, ഇതിൻ്റെ മധ്യേ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു സംസ്കാരമാണ്, കൾച്ചറാണ് ജനപ്രിയ സംസ്കാരം എന്ന് നമുക്ക് വളരെ ചുരുക്കി പറയാം. അതിൻ്റെ വിശദീകരണങ്ങൾക്ക് നമുക്ക് വരാം. നമ്മൾ ഇതിനെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വേറൊന്ന് പറയേണ്ടത്, വിപണി സൃഷ്ടിക്കുന്ന സംസ്കാരമാണ് ജനപ്രിയ സംസ്കാരം എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രേമം എന്നൊരു മലയാള സിനിമ ഇറങ്ങി. അപ്പോൾ ആ സമയത്ത് മലയാളികളിൽ പൊതുവെ സിനിമ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന യുവാക്കളൊക്കെ കറുപ്പ് നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കറുപ്പ് നിറത്തോടുള്ള അഭിനിവേശം അത് ഒരു സിനിമ സൃഷ്ടിച്ചാണ്. സിനിമ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ കൂടി ഭാഗമാണ്. മാർക്കറ്റ്, വിപണി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്. ഈ മാർക്കറ്റിൻ്റെ ലക്ഷ്യം ലാഭം ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാർക്കറ്റ് സൃഷ്ടിക്കുന്ന കുറച്ച് സംസ്കാരങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സിനിമ. അപ്പോൾ മാർക്കറ്റ് അല്ലെങ്കിൽ കമ്പോളം, വിപണി എന്ന് പറയുന്ന വിപണി സൃഷ്ടിക്കുന്ന സംസ്കാരത്തെയും നമുക്ക് വേണമെങ്കിൽ ജനപ്രിയ സംസ്കാരം എന്ന് പറയാം. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആദ്യകാലങ്ങളിൽ
ജനങ്ങൾ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ അധിവസിക്കുന്നവർക്ക് അവരുടേതായ കൾച്ചറുകൾ ഉണ്ടായിരുന്നു, അവരുടേതായ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങൾ വളരെ ചെറിയ കൂട്ടങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത്. നഗരങ്ങളില്ല, ഗ്രാമങ്ങളിലാണ് മനുഷ്യർ ജീവിച്ചിരുന്നത്. ഓരോ ചെറിയ ചെറിയ ഗ്രാമങ്ങൾക്കും അവരുടേതായ സംസ്കാരം, അങ്ങനെ ഉള്ളൊരു കാലഘട്ടം. അതിൽ നിന്നും മാറി ആധുനികതയുടെ വരവ്, വ്യവസായ വിപ്ലവം ഉണ്ടാവുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആധുനികത ഉണ്ടാവുന്നു. ആധുനികത എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ജനാധിപത്യ ബോധം എന്ന ഒരു ബോധം ഉണ്ടാവുന്നു. പിന്നെ രാജഭരണം അവസാനിക്കുന്നു. ലിംഗസമത്വം, വിവേചനത്തിനെതിരായ ചിന്തകൾ, ഇങ്ങനെയുള്ള കുറേ ലിംഗസമത്വത്തെക്കുറിച്ചുള്ള ബോധം, വിവേചനത്തിനെതിരായി വർണ്ണത്തിനും ദേശത്തിനും അപ്പുറം മനുഷ്യർ ഒന്നാണ് എന്ന ചിന്ത ഉണ്ടാവുക, ഈ ഒരു ചിന്തയ്ക്ക് രൂപപ്പെട്ടു വരുന്നൊരു കാലം ആധുനികത. അതിൻ്റെ ഭാഗമായിട്ട് വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നഗരങ്ങൾ ഉണ്ടാകുന്നു. ആധുനികതയുടെ മറ്റു വശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ മനുഷ്യർ കൂടുതലായിട്ട് ശാസ്ത്രത്തെ ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങുന്നൊരു കാലം കൂടിയാണ് ആധുനികത, അല്ലേ? നമ്മളെ പൂർവ്വ പിതാക്കന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ വളരെ സിമ്പിളായിട്ടുള്ള പച്ചമരുന്നുകളൊക്കെ ഉപയോഗിച്ച് രോഗം ചികിത്സിച്ചിരുന്ന ഒരു കാലം. അപ്പോൾ പച്ചമരുന്ന് ഉപയോഗിക്കുമ്പോൾ രോഗം മാറാം, പക്ഷേ എങ്ങനെയാണ് അത് മാറുന്നത്, ഈ മരുന്ന് എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ വിശകലനങ്ങളൊന്നും നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ മനുഷ്യർ ശാസ്ത്രത്തെ ആശ്രയിച്ചല്ല ജീവിക്കുന്നത്, മറിച്ച് അവരുടെ ഏകദേശ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ്. ധാരണകളുടെ അപ്പുറത്ത് ശാസ്ത്രത്തെയും യന്ത്രങ്ങളെയും ആശ്രയിച്ച് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങുകയും പുതിയ പുതിയ ചിന്തകളും ലിംഗവിവേചനത്തിനും വർണ്ണ വിവേചനത്തിനും എതിരായ ചിന്തകളൊക്കെ ഉയർന്നു വരുന്ന ഒരു കാലം. അതിനാണ് നമ്മൾ പൊതുവെ ആധുനികത എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ ഈ ആധുനിക കാലത്തിൻ്റെ വരവോടുകൂടി മനുഷ്യൻ നഗരങ്ങളിൽ ജീവിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നഗരങ്ങളിൽ ബഹുജനങ്ങൾ ഉണ്ടാകുന്നു, മാസ് സൊസൈറ്റികൾ, വലിയ ജനങ്ങളുടെ കൂട്ടം. ജനക്കൂട്ടം എന്ന് പറഞ്ഞാലും പോലെ ബഹുജനം എന്നുള്ള ഒരു മാസ് സൊസൈറ്റികൾ രൂപപ്പെടുന്നു. നഗരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മാസ് സൊസൈറ്റി. അപ്പോൾ ജനങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ സംസ്കാരം ഒന്നായിത്തീരുന്നു. ആ സംസ്കാരം പൊതുവെ ജനപ്രിയ സംസ്കാരം എന്ന പേരിൽ പറയപ്പെടുന്നു. അങ്ങനെ ഒരു കാഴ്ചപ്പാടും ജനപ്രിയ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. എന്നാലും ജനപ്രിയത വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാമെന്ന് നോക്കാം. നമുക്ക് ജനപ്രിയത ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. ഒന്നുകിൽ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന സംസ്കാരം, ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന സംസ്കാരം, അല്ലെങ്കിൽ ജനങ്ങളെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി രൂപപ്പെടുത്തുന്ന ഒരു സംസ്കാരം, അല്ലെങ്കിൽ കമ്പോളം ഉണ്ടാക്കിയെടുക്കുന്ന, കമ്പോളത്തിന് ലാഭമാണ് ആവശ്യം, അപ്പോൾ ലാഭം കിട്ടാൻ വേണ്ടിയുള്ള ചില പരിശ്രമങ്ങളുടെ ഫലമായിട്ട് കമ്പോളം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സംസ്കാരം. ഈ അർത്ഥത്തിലൊക്കെ നമുക്ക് ജനപ്രിയതയെക്കുറിച്ച് പറയാം. ഏറ്റവും നല്ലത് നമ്മൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒന്ന്, അതാണ് ജനപ്രിയമായത് എന്ന് ചുരുക്കി പറയാം. അപ്പോൾ ജനപ്രിയ സിനിമ, ഇപ്പോൾ ജനപ്രിയതയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ജനപ്രിയ സിനിമയിലേക്കാണ് വരേണ്ടത്. എന്താണ് ജനപ്രിയ സിനിമ? അപ്പോൾ ജനപ്രിയ സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്നുള്ളത് ഒരു കച്ചവട ഉൽപ്പന്നമാണ്. മറ്റു വസ്തുക്കളൊക്കെ പോലെ, കച്ചവട വസ്തുക്കളൊക്കെ പോലെ ഒരു കച്ചവടത്തിനുള്ള ഉൽപ്പന്നം മാത്രമാണ് സിനിമ എന്ന് കണക്കാക്കിയിട്ട് സിനിമ നിർമ്മിക്കുന്ന ആളുകൾ അവരുടെ മുടക്ക് മുതലും ലാഭവും കിട്ടുന്നതിന് വേണ്ടിയുള്ള ചേരുവകൾ യഥേഷ്ടം കുത്തിനിറച്ച് നിർമ്മിക്കുന്ന സിനിമകൾ, യഥേഷ്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടാനുസരണം കുത്തിനിറച്ച് നിർമ്മിക്കുന്ന സിനിമകളാണ് ജനപ്രിയ സിനിമകൾ. അപ്പോൾ ഇത്തരം സിനിമകളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഇഷ്ടപ്പെടണം, എന്നാലേ പണം കിട്ടുള്ളൂ. അപ്പോൾ ജനങ്ങളെ ഇഷ്ടപ്പെടുന്നവരാക്കി തീർക്കാനുള്ള എല്ലാ ഐഡിയകളും, എല്ലാ ആശയങ്ങളും, എല്ലാ സംവിധാനങ്ങളും ഇത്തരം ചിത്രങ്ങളിൽ ജനപ്രിയ സിനിമയുടെ നിർമ്മാതാക്കൾ കൂട്ടിച്ചേർക്കുന്നു, അല്ലെങ്കിൽ സംവിധായകർ കൂട്ടിച്ചേർക്കുന്നു. അതിന് ഭാഗമായിട്ട് ഇത്തരം സിനിമകളിൽ നല്ല അടിപൊളി പാട്ടുകൾ ഉണ്ടാവാം, നൃത്തരംഗങ്ങൾ ഉണ്ടാവാം, നമ്മൾ പാർട്ടി ഡാൻസ് എന്നോ അല്ലെങ്കിൽ മറ്റൊക്കെ വിളിച്ച് പിന്നെ ഐറ്റം ഡാൻസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഗാനങ്ങളുണ്ടാവാം, നൃത്തരംഗങ്ങളുണ്ടാവാം, പടുകൂറ്റൻ സെറ്റുകൾ ഉണ്ടാവാം, വലിയ കോടികൾ ചിലവഴിച്ചിട്ട് നിർമ്മിച്ച സെറ്റുകൾ ഉണ്ടാവാം. അതോടൊപ്പം സംഘട്ടന രംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയാറുള്ള ഫൈറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ടാവാം. അതുപോലെ കാഴ്ചക്കാരിൽ പിന്നെ ആകർഷണമുണ്ടാക്കുന്ന തരത്തിലുള്ള ലൈംഗികാതിപ്രസരമുള്ള ദൃശ്യങ്ങൾ ഇത്തരം സിനിമകളിൽ ധാരാളമായിട്ട് കാണാം. ഇതൊക്കെയാണ് ജനപ്രിയ സിനിമയുടെ ഒരു പൊതുവായ സ്വഭാവം. ഇനി നമുക്ക് ജനപ്രിയ സിനിമയുടെ പൊതുവായ സ്വഭാവം ഒന്നുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് ജനപ്രിയ സിനിമകൾ ടൈപ്പ് ഇതിവൃത്തങ്ങളുള്ള സിനിമകളാണ്. ടൈപ്പ് ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള ഇതിവൃത്തങ്ങളുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ
ഏകദേശം എല്ലാ ജനപ്രിയ സിനിമകളുടെയും ഇതിവൃത്തം നായകൻ ഒരു വീരപരിവേഷമുള്ളൊരു നായകനുണ്ടാവും. അയാൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ അയാളുടെ ജീവിതത്തിലേക്ക് വരുന്നു. ആ പ്രതിസന്ധികളെ ഒന്നുകിൽ പ്രണയത്തിന് മുമ്പിലുള്ള തടസ്സങ്ങളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നം നായകന്, ഒന്നിലധികം പ്രശ്നങ്ങൾ നായകനുണ്ടാവും. ഈ പ്രതിസന്ധികളെ ഓരോന്നായി മറികടന്ന് അവസാനം നായകൻ സുഖകരമായ ഒരു ജീവിതത്തിലേക്ക് പോകുന്നു. ഇതായിരിക്കും പൊതുവെ എല്ലാ ജനപ്രിയ സിനിമകളുടെയും ഇതിവൃത്തം. ഇതിനാണ് നമ്മൾ ടൈപ്പ് ഇതിവൃത്തം എന്ന് പറയാം, എന്ന് പറഞ്ഞാൽ വാർപ്പ് മാതൃകയിലുള്ള ഇതിവൃത്തം. അതേപോലെ തന്നെ സ്റ്റീരിയോ ടൈപ്പ് എന്ന് നമ്മൾ പറയാറുള്ള വാർപ്പ് മാതൃകയുടെ ഇംഗ്ലീഷ് സ്റ്റീരിയോ ടൈപ്പ് എന്നാണ്. അപ്പോൾ വാർപ്പ് മാതൃകയിലുള്ള കഥാപാത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വീരനായക പരിവേഷമുള്ള ആളുകളൊക്കെ ഒരേപോലെയുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഈ വാർപ്പ് മാതൃകയിലുള്ള കഥാപാത്രത്തിൻ്റെ വിശദീകരണം ഇനി പൊതുവേ ജനപ്രിയ സിനിമകളിലെ നായകന്മാർ എങ്ങനെയാണ് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഞാൻ പിന്നീട് പറയാം. കുടുംബ ബന്ധങ്ങളിലോ പ്രണയങ്ങളിലോ കടിച്ചു തൂങ്ങുക എന്നുള്ളതാണ് ജനപ്രിയ സിനിമയുടെ മറ്റൊരു സ്വഭാവം. എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ പ്രണയത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ കടിച്ചു തൂങ്ങുക. അതുപോലെ മറ്റൊന്ന് ജനപ്രിയ സിനിമയുടെ പ്രധാനപ്പെട്ട സ്വഭാവം മിഥ്യകളെ യാഥാർത്ഥ്യമാണെന്ന് തോന്നും വിധം ചിത്രീകരിക്കാം. മിഥ്യ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ലാത്തത്, ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തത്. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളെ ഉള്ളതുപോലെ അവതരിപ്പിക്കും. ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് ഹോളിവുഡ് സിനിമയായ അവതാറിനെയൊക്കെ എടുക്കാം. അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വരുന്നതും അങ്ങനെയുള്ള കുറേ സംഭവം. അപ്പോൾ അത് ഇനിയിപ്പോൾ നമ്മുടെ മലയാള സിനിമകൾ എടുത്താൽ തന്നെ ചിലപ്പോൾ നായകൻ മുഷ്ടി കൊണ്ട് ഒരു ഇടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വലിയ ബിൽഡിംഗ് ഒന്നായിട്ട് തകർന്നു വീഴും. അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും യാഥാർത്ഥ്യമല്ല, വെറും മിഥ്യകളാണ്. ഇതിനെ യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് തോന്നുന്ന വിധത്തിൽ ചിത്രീകരിക്കുക എന്നുള്ളതാണ് ജനപ്രിയ സിനിമകളുടെ ഒരു സ്വഭാവം. ഇനി വേറൊന്ന്, സമൂഹത്തേക്കാൾ വ്യക്തിയിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ജനപ്രിയ സിനിമയുടെ വേറൊരു സ്വഭാവം. എന്ന് പറഞ്ഞാൽ സിനിമയിൽ സമൂഹമല്ല പ്രധാനം, വ്യക്തിയാണ് പ്രധാനം, നായകനാണ് പ്രധാനം. നായകൻ്റെ കൂടെയുള്ള ആളുകളിൽ 100 പേര് മരിച്ചു വീണാൽ നമുക്ക് ജനപ്രിയ സിനിമ കാണുമ്പോൾ ഒരു ദുഃഖം തോന്നില്ല. എന്നാൽ നായകൻ്റെ കയ്യിലൊരു മുറിവേറ്റാൽ നമുക്ക് എന്ത് ചെയ്യും? ദുഃഖം തോന്നും. കാരണം അവിടെ സിനിമ വ്യക്തിയിലാണ് കേന്ദ്രീകരിക്കുന്നത്. താരപരിവേഷമുള്ള ഒരു വ്യക്തിയിലാണ് സിനിമ കേന്ദ്രീകരിക്കുന്നത്. സമൂഹത്തിലെ ബാക്കി പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണുന്നുണ്ടാവില്ല ജനപ്രിയ സിനിമകൾ. അതാണ് ജനപ്രിയ സിനിമയുടെ മറ്റൊരു സ്വഭാവം. അവിടെ നായകൻ്റെ പ്രശ്നം മാത്രമാണ് വിഷയം. മറ്റൊന്ന്, നമ്മൾ സാധാരണ സിനിമയിലെ നായകൻ ആരാന്ന് ചോദിക്കാറുണ്ട്. അഥവാ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് മുഖ്യ കഥാപാത്രത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പ്രോട്ടഗണിസ്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ജനപ്രിയ സിനിമയെ സംബന്ധിച്ചിടത്തോളം മുഖ്യ കഥാപാത്രം ഹീറോ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പ്രോട്ടഗണിസ്റ്റ് ഹീറോ ആയിരിക്കും, മുഖ്യ കഥാപാത്രം വീരനായകനായിരിക്കും. അപ്പോൾ ജനപ്രിയ സിനിമകളുടെ പൊതു സ്വഭാവം മുഖ്യ കഥാപാത്രം വീരനായക പരിവേഷമുള്ള ആളായിരിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, ജനപ്രിയ സിനിമകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, എന്തായാലും സിനിമ അവസാനിക്കുമ്പോൾ നായകൻ വിജയിച്ചിരിക്കും. അങ്ങനെ ശുഭാന്ത്യമുള്ള ഒരു സിനിമയായിരിക്കും മിക്കവാറും ജനപ്രിയ സിനിമകൾ. ഏതെങ്കിലും 1-2 അപവാദങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഹാപ്പി എൻഡിങ്, ശുഭാന്ത്യം, അതാണ് ജനപ്രിയ സിനിമകളുടെ നമ്മൾ പറയേണ്ട മറ്റൊരു സ്വഭാവം. ഇനി ജനപ്രിയ സിനിമകൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സത്യത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് മറികടക്കാനാവില്ല എന്നത് ഇത്ര കാലത്തെ മനുഷ്യജീവിതം കൊണ്ട് ബോധ്യപ്പെട്ട കാര്യം. ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒരു സമൂഹത്തിലെ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ കഴിയുമെന്ന് ആരും വാദിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ എവിടെ നടന്നതായിട്ട് നമുക്ക് അറിയില്ല. ഇക്കാലം അത്രയുള്ള മനുഷ്യജീവിതത്തിൽ ഒരാൾ മാത്രം ഒരാൾ വിചാരിക്കുകയും ആളുടെ സമൂഹം കൂടുകയും ചെയ്യുമ്പോൾ ഉണ്ടാവാം. പക്ഷേ ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് ഒരു സമൂഹത്തിലെ പ്രശ്നങ്ങളെ ഒരാളുടെ കൈക്കരുത്തുകൊണ്ടോ മെയ്ക്കരുത്തുകൊണ്ടോ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ യാഥാർത്ഥ്യത്തെ സമർത്ഥമായി മറച്ചു വെക്കുകയാണ് ജനപ്രിയ സിനിമകൾ ചെയ്യുന്നത്. ജനപ്രിയ സിനിമ പറയുന്നത് സമൂഹത്തിലെ പ്രശ്നം ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ തീർക്കാം. അത് ഉദാഹരണം ഇഷ്ടം പോലെ സിനിമകളുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് പിന്നെ അതിനൊരു വളരെ പ്രധാനപ്പെട്ട ഉദാഹരണം, ഇപ്പോൾ കൽക്കി എന്ന് പറഞ്ഞൊരു സിനിമ മലയാളത്തിൽ വളരെ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ വളരെ കൃത്യമായിട്ട് പറയുന്നത് അതാണ്, ഒരു വ്യക്തി വിചാരിച്ചാൽ തന്നെ സമൂഹത്തിലെ എല്ലാ പ്രശ്നവും തീർക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് സിനിമകൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സാമൂഹികമായ പ്രശ്നങ്ങളെ വ്യക്തി വിചാരിച്ചാൽ തന്നെ തീർക്കാൻ കഴിയുമെന്ന തെറ്റായ ധാരണ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ജനപ്രിയ സിനിമ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല, സമൂഹത്തിന് പകരം അവിടെ വ്യക്തിയിലാണ് കേന്ദ്രീകരിക്കുന്നത്. നേരത്തെ പറഞ്ഞ തന്നെ പ്രശ്നങ്ങൾക്ക് വ്യാജമായ പരിഹാരം, സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് സാമൂഹിക ജീവിതത്തിൽ നിന്ന് ബോധ്യപ്പെടുന്ന
ഒരു സംഭവമാണ്. എങ്ങനെയാണ് സമൂഹത്തിൽ ഉണ്ടാവുന്ന നമ്മളെ മനുഷ്യർ കൂട്ടമായി ജീവിക്കുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ എങ്ങനെ എന്ത് ചെയ്യുക, തരണം ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ടാവും. പക്ഷേ ജനപ്രിയ സിനിമ നമുക്ക് തെറ്റായ വ്യാജമായ പരിഹാരങ്ങളാണ് പറഞ്ഞുതരാം. ജനപ്രിയ സിനിമ പറഞ്ഞാൽ അത് നായകൻ ശരിയായിക്കോളും, നായകനെ പോലെ ഒരാളുണ്ടായാൽ അയാളുടെ കൈക്കരുത്തുകൊണ്ട് എല്ലാ പ്രശ്നം തീർക്കാം. അപ്പോൾ അതൊരു വ്യാജമായ പരിഹാരമാണ്, അതൊരിക്കലും ജീവിതത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ നടക്കാത്ത പരിഹാരം. അപ്പോൾ വ്യാജമായ പരിഹാരം പറഞ്ഞു തരിക എന്നുള്ളതാണ് ജനപ്രിയ സിനിമയാണ്. അപ്പോൾ കുറേ വ്യാജമായ പരിഹാരങ്ങൾ കേട്ടിട്ട് നമ്മൾ വിചാരിക്കും അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും, സമൂഹത്തിലെ എല്ലാ പ്രശ്നവും തീരും. പക്ഷേ അങ്ങനെ വിചാരിച്ച് നമ്മളിരിക്കും, അപ്പുറത്ത് സമൂഹത്തിലെ പ്രശ്നങ്ങൾ അങ്ങനെ എന്ത് ചെയ്യും, വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സമൂഹത്തിലുള്ള തിന്മകൾ വർദ്ധിക്കാൻ അല്ലെങ്കിൽ ശക്തി പ്രാപിക്കാൻ ഇത്തരത്തിലുള്ള വ്യാജ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിലൂടെ ജനപ്രിയ സിനിമ കാരണമാവുന്നു എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, വാർപ്പ് മാതൃകകളിലുള്ള കഥാപാത്രങ്ങളാണ് ജനപ്രിയ സിനിമകളിൽ സാധാരണയായിട്ട് കാണുന്നത്. അപ്പം ജനപ്രിയ സിനിമകളിലെ നായകൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ജനപ്രിയ സിനിമകളിലെ നായകൻ പൊതുവെ ധീരനും എന്തു നേരിടാൻ കൽപ്പുള്ളവനായിരിക്കും. എന്ത് പ്രശ്നം വന്നാലും ഒറ്റയ്ക്ക് നേരിടാൻ കൽപ്പുള്ള ആളായിരിക്കും ജനപ്രിയ സിനിമയിലെ നായകൻ. അനീതികളോടും കൊള്ളരുതായ്മകളോടും അയാൾ എപ്പോഴും എന്ത് ചെയ്യും, എതിർത്തുകൊണ്ടേയിരിക്കും, അതിനെ എപ്പോഴും എതിരിട്ടുകൊണ്ടിരിക്കും. ഏത് പ്രതിസന്ധികളെയും അപകടങ്ങളെയും അയാൾ എന്ത് ചെയ്യും, നിഷ്പ്രയാസം മറികടക്കും. യാതൊരു പ്രശ്നമില്ലാതെ അയാൾ എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കും. ഏത് സാമൂഹിക തിന്മകളെയും ഒറ്റയ്ക്ക് എതിർത്ത് തോൽപ്പിക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സമൂഹത്തിൽ മൊത്തം ബാധിച്ച തിന്മകളെ അയാൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും, എതിർത്ത് തോൽപ്പിക്കും. ഇനി മാത്രമല്ല, ജനപ്രിയ സിനിമകൾ നായകൻ സാഹസികനായിരിക്കും. എന്ത് സാഹസികത ചെയ്യാൻ ഒരുക്കുള്ള ആളായിരിക്കും, അല്ലേ, അസാമാന്യ കരുത്തുള്ള ആളായിരിക്കും. ഒരു ഇടിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, വില്ലനൊക്കെ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് തെറിച്ചു വീഴും. അത്രക്ക് കരുത്തുള്ള ആളായിരിക്കും ജനപ്രിയ സിനിമകളിലെ നായകൻ. മറ്റൊന്ന്, എത്ര വലിയ ശത്രുവാണെങ്കിലും ശത്രുക്കളെ അയാൾക്ക് വക വരുത്താൻ വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ മതി എന്നുള്ളതാണ് ജനപ്രിയ സിനിമകളിലെ നായകനിൽ നമ്മൾ പൊതുവേ കാണുന്ന ഒരു കാര്യം. വേറൊന്ന്, ജനപ്രിയ സിനിമകളിലെ നായകന്മാർക്ക് മിക്കവാറും ഒരു പ്രണയിനി ഉണ്ടാവും, അല്ലേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലുണ്ടാവും. എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് സിനിമ അവസാനിപ്പിക്കുമ്പോഴേക്ക് ആ പ്രണയിനിയെ ജനപ്രിയ നായകൻ മിക്കവാറും സിനിമകളിലും സ്വന്തമാക്കും. എല്ലാ സിനിമകളിലും അല്ല, ചില സിനിമകളിൽ ഒഴിവുണ്ടാവാം, അപവാദങ്ങളുണ്ടാവാം. എങ്കിലും മിക്ക സിനിമകളിലും, മിക്ക ജനപ്രിയ സിനിമകളിലും ഇങ്ങനെ ഒരു പ്രണയം നായകനുണ്ടാവാം. ആ പ്രണയിനിയെ നായകൻ പ്രതിബന്ധങ്ങൾ മറികടന്ന് സ്വന്തമാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ജനപ്രിയ സിനിമയുടെ ഒരു പൊതുവായ സ്വഭാവം. അപ്പോൾ ഏകദേശം ജനപ്രിയ സിനിമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ല സിനിമ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഉത്തമ സിനിമ എന്നോ കലാമൂല്യമുള്ള സിനിമ എന്നോ, അല്ലേ, അല്ലെങ്കിൽ ആർട്ട് ഫിലിം എന്ന് പറയുന്നതും ആ സിനിമ എങ്ങനെയായിരിക്കും. ഇപ്പോൾ നമ്മൾ ജനപ്രിയ സിനിമ, കൊമേഴ്ഷ്യൽ ഫിലിം, അല്ലേ, ഉണ്ടാക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്, ഇറക്കുന്ന ആളുകൾക്ക്, ആ സിനിമ നിർമ്മിക്കുന്ന ആളുകൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ജനപ്രിയ സിനിമകൾ ഒരു വലിയ വ്യവസായം കൂടിയാണ്. അതുകൊണ്ടാണ് അതിനെ വ്യാവസായിക സിനിമ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് നേരെ എതിരുള്ള ഉത്തമ സിനിമ എങ്ങനെയാവും എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നല്ല സിനിമകൾ അല്ലെങ്കിൽ ഉത്തമ സിനിമകൾ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ സത്യസന്ധമായും സൂക്ഷ്മമായും പകർത്തുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ സമൂഹത്തിലുള്ള ശരിയായ പ്രശ്നങ്ങളെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഒന്നും കൂട്ടും കുറക്കും ചെയ്യാതെ ചിത്രീകരിക്കുന്നതാണ് പൊതുവെ ഉത്തമ സിനിമകളുടെ സ്വഭാവം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ പ്രശ്നങ്ങളെ ഉത്തമ സിനിമകൾ പകർത്തുന്നത് എന്നുള്ളത് നമ്മൾ അടുത്ത ചാപ്റ്റർ ബൈസിക്കിൾ തീവ്സ്, സൈക്കിൾ മോഷ്ടാക്കൾ എന്ന നമ്മുടെ അടുത്ത ചാപ്റ്റർ പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടും. അതൊരു ഉത്തമ സിനിമയാണ്. ആ സിനിമ എങ്ങനെയാണ് ദാരിദ്ര്യം എന്ന പ്രശ്നത്തെ ചിത്രീകരിച്ചതെന്ന്, സമൂഹത്തിലെ യഥാർത്ഥ പ്രശ്നത്തെ വളരെ സത്യസന്ധതയോടെ ചിത്രീകരിച്ചതെന്നുള്ളത് ആ സിനിമ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതേക്കുറിച്ച് പിന്നീട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. മറ്റൊന്ന്, നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാത്ത, എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ ഒന്നും കാണാത്ത, എന്നാൽ സമൂഹത്തിന് ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ടാവും, അല്ലേ. അങ്ങനെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന സമൂഹത്തിൻ്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന കുറേ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്ന രൂപത്തിൽ സിനിമ അവതരിപ്പിച്ചു തരും. അപ്പോൾ നാം ജീവിക്കുന്ന ലോകത്തിലെ പ്രത്യക്ഷത്തിൽ നമ്മുടെ കാഴ്ചകളിൽ തെളിയാത്ത പ്രശ്നങ്ങളെ അവ മൂർത്തമായി കാണിച്ചു തരും. മൂർത്തമായി കാണിച്ചു തരുന്ന പറഞ്ഞാൽ കാണാൻ പറ്റുന്ന രൂപത്തിൽ കാണിച്ചു തരാം. മൂർത്തമായ വസ്തു പറഞ്ഞാൽ കാണാൻ പറ്റുന്ന വസ്തു എന്നുള്ളതാണ്. ഓക്കെ, സാമൂഹിക ബോധവൽക്കരണത്തിലെ ഉന്നതമായ കലാസൃഷ്ടിയാണ് സിനിമ. അപ്പോൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാസിനിമ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം സാമൂഹ്യ ബോധവൽക്കരണമാണ്. സമൂഹത്തിലെ വ്യക്തികളുടെ മനസ്സിൽ മൂല്യബോധം ഉണ്ടാക്കുക, അതുപോലെ അവരുടെ മനസ്സിൽ പുരോഗമനാത്മക ചിന്തകൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ശരിക്ക് ഒരു കലാമൂല്യമുള്ള സിനിമ ചെയ്യുന്നത്, ആർട്ട് ഫിലിം ചെയ്യുന്നത്. സമൂഹത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങളെ ഗൗരവത്തോടെ ചിത്രീകരിച്ച് കഥാചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും
നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർട്ട് ഫിലിമുകൾ നമ്മുടെ സമൂഹത്തിൽ ഈ കേരളത്തിലെ പശ്ചാത്തലത്തിൽ മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത്, ലോക ക്ലാസിക് സിനിമകളിൽ മിക്കവാറും എല്ലാ സിനിമകളും ഇത്തരം കലാമൂല്യമുള്ള സിനിമകളാണ്. ആ സിനിമകളൊക്കെ തന്നെ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്കെതിരെയുള്ള പരിഹാരമായിട്ട് അല്ലെങ്കിൽ ലോകത്തിലെ സാമൂഹിക മാറ്റത്തിനുള്ള ചാലക ശക്തിയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ സിനിമാ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി നമ്മൾ അവസാനത്തെ പോയിന്റിലേക്ക് വരികയാണ്. നമ്മൾ പാഠം തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം, എന്തുകൊണ്ട് ജനപ്രിയ സിനിമകൾ നിരൂപണ വിധേയമാക്കണം. ഓക്കെ ജോണി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നതാണ്, നമ്മുടെ സമൂഹത്തിൽ പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാട് ഉത്തമ സിനിമകൾ മാത്രം എന്ത് ചെയ്താൽ മതി, നിരൂപണത്തിന് വിധേയമാക്കുക. കാരണം അത് മാത്രമല്ല കലാമൂല്യമുള്ള സിനിമകൾ, അതുകൊണ്ട് അത് മാത്രം നിരൂപണം ചെയ്താൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ സമൂഹത്തിനുള്ളത്. പക്ഷേ അത് പോരാ, ജനപ്രിയ സിനിമകളും നിരൂപണത്തിന് വിധേയമാക്കണം. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒന്ന്, സമൂഹത്തിലെ പ്രബല താല്പര്യങ്ങളെയാണ് ജനപ്രിയ സിനിമകൾ വെളിപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ബഹുഭൂരിഭാഗം ആളുകളുടെ താല്പര്യം എന്താണോ അത് കാണണമെങ്കിൽ ശരിക്കും ജനപ്രിയ സിനിമ തന്നെ കാണണം. ഇപ്പോൾ ഉദാഹരണത്തിന് ലൂസിഫർ എന്നുള്ള സിനിമ എടുക്കാം. ഇപ്പോൾ അവസാനം വന്ന ഒരു ജനപ്രിയ സിനിമയാണ്. അപ്പോൾ ആ ജനപ്രിയ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഫാഷിസ്റ്റ് ഭരണകൂടത്തെ ഇല്ലാതാക്കുക, അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്ന ഒരു കാഴ്ചപ്പാടാണ് ആ സിനിമ മുന്നോട്ട് വെക്കുന്നത്. അത് ഈ സമൂഹത്തിലെ പ്രബല താല്പര്യമാണ്. നമ്മൾ ആ സിനിമ ഇറങ്ങുന്ന സമയത്തുള്ള നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രബലമായ കാഴ്ചപ്പാടാണ് ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നുള്ളത്. അതിനെയാണ് ആ സിനിമ ഹൈലൈറ്റ് ചെയ്തത്. അപ്പോൾ മറ്റൊന്ന്, ജനപ്രിയ സിനിമകളെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ്. കാരണം സമൂഹത്തിന് താല്പര്യങ്ങൾ അറിയണമെങ്കിൽ ജനപ്രിയ സിനിമ നോക്കണം. അതുകൊണ്ട് ജനപ്രിയ സിനിമകളെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നത് പോലെ തന്നെയാണ്. മാത്രമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ അടക്കി വെച്ച പല ആഗ്രഹങ്ങളും ഇത്തരത്തിൽ ജനപ്രിയ സിനിമകൾ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. പുറത്ത് കാണിക്കാതെ നമ്മൾ ഉള്ളിൽ സമൂഹം അടക്കി വെച്ചിട്ടുള്ള കുറേ ആഗ്രഹങ്ങളുണ്ടാവും. അതൊക്കെ എന്തൊക്കെയാണെന്ന് കാണണമെങ്കിൽ ചിലപ്പോൾ ജനപ്രിയ സിനിമ നോക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഇത്തരം ജനപ്രിയ സിനിമകളിൽ സമൂഹത്തിലെ വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ജനപ്രിയ സിനിമ നോക്കിയാൽ സമൂഹത്തിൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ജനപ്രിയ സിനിമ പഠിക്കേണ്ടത് വേറൊരു കാര്യത്തിനും കൂടിയാണ്. സാമൂഹിക വിരുദ്ധമായിട്ട് എന്തൊക്കെ ജനപ്രിയ സിനിമകൾ വരുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ സാമൂഹിക വിരുദ്ധമായ ആ കാര്യങ്ങൾ സിനിമയിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയാലേ അതിനെ എതിർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാമൂഹിക വിരുദ്ധമായ എന്തൊക്കെ സൂചനകൾ സിനിമയിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ജനപ്രിയ സിനിമ പഠിക്കണം. എന്നാലേ അത്തരം സിനിമകളെ എതിർക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എതിർക്കണമെങ്കിലും സിനിമ പഠിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ജനപ്രിയ സിനിമയെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ആളുകളെ ആകർഷിക്കാനും കച്ചവടം ലാഭകരമാക്കാനും വേണ്ടിയിട്ട് എന്തൊക്കെ തന്ത്രങ്ങളാണ് ജനപ്രിയ സിനിമകളിൽ അതിൻ്റെ നിർമ്മാതാക്കളും സംവിധായകരും ചേർക്കുന്നത്, എന്തൊക്കെ ചേരുവകളാണ് അതിൽ ഉൾച്ചേർക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരം ചേരുവകളുള്ള സിനിമകൾ കണ്ടിട്ട് വലിയ കാര്യമില്ല എന്നുള്ളൊരു ബോധം അതിനെക്കുറിച്ച് പഠിക്കുന്നവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അവരുടെ മനസ്സിൽ ഇത്തരം സിനിമകൾ കണ്ടിട്ട് വലിയ കാര്യമില്ല, അപ്പോൾ പിന്നെ എങ്ങനത്തെ സിനിമകൾ കാണണം, നല്ല സിനിമകൾ കാണണം എന്നുള്ള ചിന്ത ഉണ്ടാവും. അപ്പോൾ നല്ല സിനിമകളും തെറ്റായ സിനിമകളും അല്ലെങ്കിൽ നല്ല സിനിമയും ചീത്ത സിനിമയും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് മനസ്സിലാകണമെങ്കിൽ ചീത്ത സിനിമയെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ അവർക്ക് നല്ല സിനിമ ആസ്വദിക്കാനുള്ള ഒരു ത്വര അവരുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ നല്ല സിനിമ ആസ്വദിക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാവും. ഇത് സാധ്യമാക്കുന്നതും ജനപ്രിയ സിനിമയെക്കുറിച്ചുള്ള പഠനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ജനപ്രിയ സിനിമയെക്കുറിച്ച് നിരൂപണങ്ങളും വിശകലനങ്ങളും നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിലവാരമില്ലാത്ത സിനിമ അല്ലെങ്കിൽ കലാമൂല്യമില്ലാത്ത സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ജനപ്രിയ സിനിമയെ ഒരു ഭാഗത്ത് മാറ്റി നിർത്തുകയും പഠിക്കാതിരിക്കുകയും ചെയ്താൽ അത് സമൂഹത്തിന് അപകടങ്ങൾ ഉണ്ടാക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഈ ഒരു പാഠഭാഗത്ത് നമ്മുടെ ലേഖകൻ OK ജോണി വളരെ സമർത്ഥമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.